+1 ട്രാൻസ്ഫർ എന്നാണ് ഈ ഒരു ചോദ്യം ഒരുപാട് ആളുകൾ ചോദിക്കുന്നത്. അവർക്കൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങൾ +1 ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, യെസ് ഞാൻ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി കമന്റ് ചെയ്യുക. അപ്പോൾ ഈ +1 ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിപ്പോൾ ഒരു സ്കൂൾ അഡ്മിഷൻ എടുത്തു, നിങ്ങൾക്ക് 3 അലോട്ട്മെന്റിലൂടെയും ആയിട്ട് ഏതെങ്കിലും ഒരു സ്കൂൾ അഡ്മിഷൻ കിട്ടി. ആ അഡ്മിഷൻ കിട്ടിയ സ്കൂൾ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് അവിടുത്തെ കോഴ്സ് താല്പര്യമില്ലെങ്കിൽ ആ സ്കൂളിലെ തന്നെ വേറെ കോഴ്സിലേക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ശ്രദ്ധിക്കണേ, ഈ ട്രാൻസ്ഫർ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ഇപ്പോൾ നിങ്ങൾ സയൻസ് ആണ് കിട്ടിയത്, നിങ്ങൾ കൊമേഴ്സിലേക്കാണ് മാറാൻ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു സ്കൂളിലെ കൊമേഴ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണ് ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്ന് വെച്ചാൽ, ഒരു ജൂൺ 18-20 ശേഷമായിരിക്കും മിക്കവാറും എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ അലോട്ട്മെന്റ്. അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഫസ്റ്റ് വരിക സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്ന് അതിന് ശേഷമായിരിക്കും എന്ത് വരിക, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരിക. ഇനി ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കൊടുത്താൽ സീറ്റ് കിട്ടോ ഇല്ലേ എന്നുള്ളത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ സ്കൂളിലേക്ക് പോകണമെങ്കിൽ ആ സ്കൂൾ എന്ത് വേണം, സീറ്റ് ഒഴിവ് വേണം. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ സയൻസിൽ നിന്ന് ആ മറ്റേ സ്കൂളിലെ കൊമേഴ്സിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കൊമേഴ്സ് ആഗ്രഹിക്കുന്ന സ്കൂളിൽ കൊമേഴ്സിൽ എന്ത് വേണം, സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ പോസിബിൾ ആവുള്ളൂ. അപ്പം എല്ലാ ട്രാൻസ്ഫറുകളും ഒന്നും എന്താവണമെന്നില്ല, പോസിബിൾ ആവണമെന്നില്ല. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ട്രീമിലോ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിലോ എന്ത് വേണം, ഒഴിവുണ്ടെങ്കിൽ മാത്രം, ആ സ്കൂളിൽ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പോസിബിൾ ആവുള്ളൂ, ട്രാൻസ്ഫർ പോസിബിൾ ആവുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തായാലും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരാറുള്ളൂ. പൊതുവെ ഈ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ അങ്ങനെയാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ എന്തായാലും നിങ്ങൾ അറിയിക്കും. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.ejupote എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എപ്പം മാത്രം ഒരു കണ്ടീഷൻ ഉണ്ട്, ആ സ്കൂളിൽ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്കോ അല്ലെങ്കിൽ വേറൊരു സ്കൂളിലാണെങ്കിൽ അവിടെയോ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ പോസിബിൾ ആവും. പിന്നെ ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ കയറിയ ആളുകൾക്കൊന്നും ട്രാൻസ്ഫർ പോസിബിൾ അല്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. കമ്മ്യൂണിറ്റി കോട്ടയിൽ മിക്കവാറും ട്രാൻസ്ഫർ പോസിബിൾ ആയിരിക്കില്ല. നോർമൽ അലോട്ട്മെൻറ്റ് കോട്ടയിൽ കയറിയ ആളുകൾക്കാണ് പൊതുവേ ട്രാൻസ്ഫർ പോസിബിൾ ആവാറെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ ഡേറ്റ് വന്നാൽ നമ്മൾ ഇതിൻ്റെ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തരുന്നതായിരിക്കും. അതിന് നോട്ടിഫിക്കേഷൻ വന്നാലേ കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ. നിലവിലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അതിനനുസരിച്ച് ഈ രീതിയിലാണ് ട്രാൻസ്ഫർ പോസിബിൾ ആവട്ടോ. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോ. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.